പൊതുജന പരാതി പരിഹാര അദാലത്തിലൂടെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിൽ നിരവധി പേരാണ് ആശ്വാസം തേടിയെത്തിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്ക് അദാലത്തിൽ മന്ത്രിമാർ നേരിട്ടെത്തി പരാതികൾ തീർപ്പാക്കി. കുടുംബ പ്രാരാബ്ദങ്ങളുടെ താങ്ങാഭാരവുമായാണ് അതിയന്നൂർ സ്വദേശി വത്സലയും പള്ളിനട സ്വദേശി രാജവും അദാലത്ത് വേദിയിലേക്കെത്തിയത്. ചുവപ്പ് റേഷൻ കാർഡിൽ നിന്നും അന്ത്യോദയ അന്നയോജന കാർഡിലേക്കുള്ള തരംമാറ്റം അതിവേഗം നടപ്പിലായതിന്റെ സന്തോഷം ഇരുവരുടെയും മുഖത്തുണ്ടായിരുന്നു. വത്സലയ്ക്കും രാജ്യത്തിനും മഞ്ഞ റേഷൻ കാർഡ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അദാലത്ത് വേദിയിൽ വെച്ച് കൈമാറി. ജന്മന ചലനശേഷി നഷ്ടപ്പെട്ട 2 മക്കളാണ് വത്സലയ്ക്കുള്ളത്. പരസഹായമില്ലാതെ നടക്കാൻ പോലും വത്സലയ്ക്ക് കഴിയില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവർക്ക് വികലാംഗ പെൻഷനും വത്സലയ്ക്കുള്ള ക്ഷേമ പെൻഷനുമാണ് ആകെയുള്ള ആശ്രയം. മഞ്ഞക്കാർഡ് കിട്ടിയതിലൂടെ മക്കൾക്കുള്ള ചികിത്സയ്ക്കുൾപ്പെടെ ആനുകൂല്യങ്ങൾ സൗജന്യമായി ലഭിക്കുമെന്ന ആശ്വാസത്തിലാണ് വത്സല. സർക്കാർ ചെയ്തത് അത്രയ്ക്കും വലിയൊരു നന്ദി. ഇതുപോലെ ഗതികെട്ട നമുക്ക് ഒരാശ്രയം അത് സർക്കാരിനെ കൊള്ളനുവദിച്ചല്ല, അത് മതി. രാജവും അപകടത്തെ തുടർന്ന് കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട ഭർത്താവ് രാജനും നിറകണ്ണുകളോടെയാണ് സർക്കാരിനോടുള്ള നന്ദി അറിയിച്ചത്. സ്വന്തമായി വീടില്ലാത്ത ഇരുവരും വിവാഹിതയായ മകളുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഇരുവർക്കും ചുവപ്പ് കാർഡിൽ നിന്നും മഞ്ഞക്കാർഡിലേക്കുള്ള തരംമാറ്റം ഇത്ര വേഗം സാധ്യമായതിൽ ഏറെ സന്തോഷം. വീൽചെയറിനുള്ള അപേക്ഷയും രാജൻ അദാലത്തിൽ കൈമാറി. സന്തോഷമായി വളരെ. എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെയാണ്, ജോലിക്കൊന്നും കഴിവില്ലാതെയൊക്കെ വയ്യാതെയൊക്കെ അങ്ങനെയൊക്കെ കിടന്നതാണ്. അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ ഇതെല്ലാം കൊടുത്ത് ഇപ്പം കിട്ടിയാൽ വളരെ സന്തോഷം. എന്തെങ്കിലും എടുത്ത് പോയാലും മരുന്നിലേക്കായിരുന്നാലും എന്തെങ്കിലും ഒരു ഇത് നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള ഇതിൽ വളരെ സന്തോഷം. മന്ത്രിമാരായ V. ശിവൻകുട്ടി, GR അനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നെയ്യാറ്റിൻകര താലൂക്ക് പരാതി പരിഹാര അദാലത്ത് പൂർത്തിയാക്കിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.